بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد ബഹുമാനമുള്ള തങ്ങളെ സഹിമാൻ സാർ അതുപോലെ കമ്മിറ്റി ബന്ധപ്പെട്ടവർ താല്പര്യങ്ങൾ തങ്ങൾ നിർബന്ധമായി ഞങ്ങളെ വിളിച്ചപ്പോൾ നമ്മളൊന്നുമല്ലെങ്കിലും തങ്ങളെ വിനയത്തിൻ്റെ കടുപ്പം കൊണ്ട് അല്ലാതെ വിനയം കാണിക്കുന്നത് നമ്മൾ മറികടക്കാൻ പറ്റില്ല. അതിനാണ് നമ്മൾ അതിൻ്റെ ഗുണം എനിക്കും ഉണ്ടാവണം, എല്ലാവർക്കും ഉണ്ടാവട്ടെ. നസീഹത്തൊന്നും കൂടുതൽ ചെയ്യുന്നില്ല. നസീഹത്തിൽ നിന്ന് ലോകത്തിലെ എല്ലാ ഭാഗത്തും എപ്പോഴും ഉസ്താദ് നമ്മളെന്നുണ്ട് വാട്സാപ്പ് തുറന്നാൽ അല്ലെങ്കിൽ യൂട്യൂബ് തുറന്നാൽ മതി. നസീഹത്തിന് പഞ്ചവുമില്ല. ബഹുമാനപ്പെട്ട അടുത്ത യഹ്യാവുൽ പലവട്ടം ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം നിങ്ങൾ മുമ്പിൽ വെക്കുകയാണ്. അന്നാസു കുല്ലുഹും ഹൽക ഇല്ലൽ ആലിമൂൻ വൽ ആലിമൂന കുല്ലുഹും ഹൽക ഇല്ലൽ ആമിലൂൻ വൽ ആമിലൂന കുല്ലുഹും ഹൽക ഇല്ലൽ മുഖ്ലിസൂൻ വൽ മുഖ്ലിസൂന ലാ ഖത. ഈ ലോകത്തും പരലോകത്തും രക്ഷപ്പെടാനുള്ള വഴിയാണ് ബഹുമാനപ്പെട്ടവർ സൂചിപ്പിച്ചത്. അന്നാസു എന്ന് പറഞ്ഞതുകൊണ്ട് മുസ്ലിമീങ്ങളാണ്, അമീങ്ങളാണ് ഉദ്ദേശം. രക്ഷപ്പെടാൻ ആദ്യമായി ഈമാൻ കാര്യത്തില്ല പറഞ്ഞില്ല. അന്നാസു മുഅ്മിനീങ്ങളാകുന്ന എല്ലാ ജനങ്ങളും ഹൽക ഒരു നാശത്തിലാണ്. ഇല്ലൽ ആലിമൂൻ അറിയേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞവർ ഒഴികെ. വലിയ ആലിമ്യങ്ങൾ ഒഴികെന്നുള്ള അർത്ഥമല്ല. ആളുകളുടെ ജീവിതത്തിൻ്റെ മേഖലക്കനുസരിച്ചുകൊണ്ട് ഇൽമിന് വ്യത്യാസം വരില്ലല്ലോ. കാര്യം ഭർത്താവുണ്ട്, ഭർത്താവ് പണിക്ക് ജോലിക്ക് പോകും, വൈകുന്നേരം വന്നാൽ പ്രവർത്തനങ്ങൾ കൂടും. മേഖല ചെറുതാണ്, കുറഞ്ഞ ഇന്ന് മതിയോ. സംസ്ഥാന പ്രസിഡന്റാണ്, ഇതിനെക്കുറിച്ച് കൂടുതൽ വേണ്ടി. ഓരോ ആളുകളും മനുഷ്യന്മാരിൽപ്പെട്ട ഓരോ ആളുകളും അവൻ്റെ ജീവിതത്തിൻ്റെ മേഖലക്കനുസരിച്ച് കൊണ്ട് അവൻ അറിയൽ നിർബന്ധമായ കാര്യങ്ങളൊക്കെ അറിയണം. ആദ്യമായി ഈമാൻ കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് അറിവാണ്. ഓരോ ആളുകളുടെ മേഖലക്കനുസരിച്ച് കൊണ്ട് അറിയേണ്ട കാര്യങ്ങളൊക്കെ അറിയണം. അതില്ലാതെ യാതൊരു രക്ഷയില്ല. അറിയേണ്ട കാര്യങ്ങളൊക്കെ അതിന് വേണ്ട പോലെ അറിഞ്ഞവരും നാശത്തിലാണ്. അറിഞ്ഞ മാതിരി തന്നെ പ്രവർത്തിക്കുന്നവരില്ല. രണ്ടാമത്തെ കാര്യം അമലാണ്. അവിടെയാണ് കുറച്ച് കൂടുതൽ പ്രയാസം. പഠിച്ച മാതിരി പഠിച്ചതുപോലെ സ്കരിക്കണം, പഠിച്ചപ്പോൾ സ്കരിക്കുന്നുണ്ട്, മമ്മ കേൾക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്, വേദ പറയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഇങ്ങനെ അമലൊക്കെ നല്ലോണം ചെയ്യുന്നവർ തന്നെ മുഴുവനും നാശത്തിലാണ്. ആ ചെയ്യുന്നത് മുഴുവനും അല്ലാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാവുന്നവർ വഴി ആക്കുന്നവർ. ഓരോന്നും കൂടുന്തോറും കടുപ്പം കൂടുകയാണ്. അറിയേണ്ട കാര്യങ്ങളൊക്കെ അറിയാൻ തന്നെ പ്രയാസമാണ്. അറിവിനേക്കാൾ പ്രയാസമാണ് അതിനെപ്പോലെ നടക്കാൻ പ്രവർത്തിക്കുന്നത്. അതിനേക്കാൾ പ്രയാസമാണ് ഓരോ പ്രവർത്തനത്തിലും ഇഖ്ലാസ്. പഠിച്ചവനെ നിനക്ക് വേണ്ടി അല്ലാത്തവറ്റ ജീവിതത്തിൽ കൽപ്പിൽ വരാതൊക്കെ ഈ പ്രയാസമാണ്. ഇത് മൂന്നോ വന്നു കഴിഞ്ഞാൽ സമാധാനിക്കാൻ പറ്റുമോ? ഇൽമുമുണ്ട്, അതിനനുസരിച്ച് അമലുമുണ്ട്, ഇഖ്ലാസുമുണ്ട്.
അങ്ങനെയുള്ള ഇഖ്ലാസുള്ള ആളുകൾ തന്നെ അപകടത്തിൻ്റെ വക്കിൽ എപ്പോഴും തകിടം പറയാം. ഒരു മനുഷ്യനും തന്നെ സമാധാനിക്കാൻ യാതൊരു സാധ്യതയും യാതൊരു അർഹതയും ഇല്ല. അമ്പിയാക്കന്മാർ കഴിച്ചാൽ സ്വർഗത്തിൽ കടക്കുന്ന ആളാണെന്ന് രേഖാമൂലം ഉറപ്പ് കിട്ടിയവരിൽ ഒന്നാമത്തെ ആൾ മരണമെന്നാൽ അതൊരു വാതിലാണ്, ഒരു കവാടമാണ്. അതിലൂടെ ഓരോ മനുഷ്യന്മാരും കടക്കേണ്ടി വരും, അതായത് മരിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട് എന്താണെന്ന് ഒന്ന് അറിഞ്ഞെങ്കിൽ നന്നായിരുന്നു. നിങ്ങൾക്ക് ഉറപ്പുകൊടുത്തൊരു വിശ്വാസമില്ലാതെ പറ്റില്ല. സദ്ദീഖിന്റെ ഈമാൻ തുലാസിന്റെ തട്ടിലും മറ്റുള്ള എല്ലാ ജനങ്ങളുടെയും ഈമാൻ മറ്റേ തട്ടിലും വെച്ചാൽ സദ്ദീഖിന്റെ ഈമാൻ തൂക്കമാകും. അപ്പോൾ ഉറപ്പില്ല. രാജാതിരാജനായ റബ്ബ് അവൻ്റെ ഒന്നാമത്തെ ഉത്തരവാദപ്പെട്ട നബി മുഖേന ഉറപ്പ് കൊടുത്താലും സമാധാനിച്ചുകൂടാ. പിന്നെ ഇവിടെ ഈ ലോകത്ത് കിബറും ഹസനും ലോകമാന്യം കച്ചറയും പിന്മാരൊക്കെ വരുന്നത് ഈ ഒരു ബോധമാണ് നമുക്കുണ്ടാവുന്നത്. ഞാനൊന്നും കൂടുതൽ പറയില്ല. എന്നോടും നിങ്ങളോടും ഇന്ന് അഞ്ചന്മാരെ പോലെ കണക്കാക്കി നിങ്ങളോട് സംസാരിക്കുകയാണ്. അപ്പം അറിയേണ്ട കാര്യങ്ങൾ വേണ്ട പോലെ അറിഞ്ഞിരിക്കണം. അറിഞ്ഞാൽ മാത്രം പോലെ അറിഞ്ഞതുപോലെ നടക്കണം. നടന്നാൽ മാത്രം പോലെ നടന്നത് എന്തിനു വേണ്ടിയാവണം? അള്ളാഹുവിന്റെ തീരുമാനത്തിനും ഇഷ്ടത്തിനു വേണ്ടിയാവണം. എന്നാലും സമാധാനിച്ചുകൂട, എന്തും അറിയാമല്ലോ. ആ നിലക്ക് ഈ ലോകത്തും പരലോകത്തും പരിപൂർണമായി രക്ഷപ്പെടാൻ വേണ്ടി എനിക്ക് അത്യാവശ്യപ്പെട്ട കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നു എന്നുള്ള നീയത്തിയാണ്. എന്തിനു വേണ്ടി പഠിച്ചവനെ? നിന്റെ വിജയത്തിന് വേണ്ടി. കാര്യങ്ങളൊക്കെ ഒരുപാട് പറയാനുണ്ടെങ്കിലും ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. നല്ല മനസ്സോടുകൂടി നിർബന്ധമായ കാര്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിക്കാനും അതനുസരിച്ചുകൊണ്ട് കഴിവിൻ്റെ പരമാവധി നടക്കാനും നടക്കുന്നത് മുഴുവനും അള്ളാഹുവിന്റെ വജഹിന് വേണ്ടിയാക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാന്മാരായ സംസ്കൃതമടക്കമുള്ള അടക്കമുള്ള എല്ലാ മഹാന്മാരുടെയും ജാഹുബർക്കത്തുകൊണ്ട് ആ നിലക്ക് ദുനിയാവിലും ആഖിറത്തിലും പരിപൂർണമായി രക്ഷപ്പെടുന്നവരിൽ അള്ളാഹു നമ്മളെയും എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. اللهم صل على سيدنا محمد
ഞാൻ തുടങ്ങുന്നത് എന്താണെങ്കിലും ഞാൻ തുടങ്ങും. ഈ ലോകത്തുള്ള ഏത് വസ്തുക്കളും സൃഷ്ടിച്ചവൻ അല്ലാഹുവാണെന്നുകൊണ്ട് അള്ളാഹുമായി ഓർക്കണം. പിന്നെ ഈ ലോകത്തുള്ള ഏത് കാര്യങ്ങളെങ്കിലും സാധാ കാര്യമാണ്, ഭയപ്പെട്ട് കേൾക്കപ്പെടാത്തവർക്കുള്ള സാധാ കാര്യം, ആരോഗ്യം, ഭക്ഷണം, വസ്തുക്കൾ. പിന്നെ മുഅ്മിനീങ്ങൾക്ക് മാത്രമുള്ള കാര്യമാണ് മറ്റൊരു നിസ്കരിക്കാൻ തോന്നിയിട്ടുണ്ടാകുക, ഇരുമടിക്കാൻ തോന്നിയിട്ടുണ്ടാകുക. അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഉള്ളതല്ല. നമ്മൾ ബന്ധപ്പെടുന്ന ഏത് മേഖലകളിൽ ഏത് വിഷയമാണെങ്കിലും ഒന്നുകിൽ ദുനിയാവിൻ്റെ കാര്യമായിരിക്കും അല്ലെങ്കിൽ ആഖിറത്തിൻ്റെ കാര്യം നൽകുന്നവൻ അല്ലാഹുവാണ്. ഈ ഒരു പൂർണ്ണ ബോധത്തോടുകൂടി അല്ലാഹു റഹ്മാൻ റഹീം എന്നീ ഇസ്മുകളെ ബർക്കത്തിന് വേണ്ടി എൻ്റെ ഖൽബിൽ ഹാജറാക്കി ഞാൻ തുടങ്ങുന്നു. ബർക്കത്ത് നിർബന്ധം. എനിക്കും ഭാര്യക്കും അച്ഛനും കിട്ടിയിട്ടുണ്ട്. അത് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ, ക്ഷീണം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇഖ്ലാസോടുകൂടി ചെയ്തു വരാൻ വേണ്ടി എല്ലാ സാധുമാരും താലിബീങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത്